തരാൻ പോകുന്നത് ഉരുളക്കിഴങ്ങ് വെച്ചിട്ടൊരു സ്റ്റൂ ആണ്. ഇത് നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് നമുക്ക് കാണാം. ഈ സ്റ്റൂ ഉണ്ടാക്കുന്നതിനായിട്ട് ഞാൻ ഇതുപോലെ ഒരു 4 ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. ഇടത്തരം വലിപ്പമുള്ള ഉരുളക്കിഴങ്ങാണ്. അത് ഞാൻ ഇതുപോലെ ഇങ്ങനെ ചതുര കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുത്തിരിക്കുകയാണ്. അത്യാവശ്യം വലിപ്പത്തിലുള്ള കഷ്ണങ്ങളായിട്ട് തന്നെയാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. അത് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് സവോളയാണ്. ഒരു വലിയ സവോള തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ഇങ്ങനെ ഒരു ചതുര കഷ്ണങ്ങളാക്കി ഇച്ചിരി കട്ടിയിൽ തന്നെയാണ് മുറിച്ചെടുത്തുള്ളത്. തീരെ കനം കുറച്ച് അരിയേണ്ട ആവശ്യമില്ല. നമ്മൾ കുക്കറിലിട്ടിട്ടല്ലേ വേവിക്കുന്നത്, അതുകൊണ്ട്. ഇനി നമുക്ക് ആവശ്യം ഇതുപോലെ 2 പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. 4 അല്ലി വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമുക്കൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും വേണമെങ്കിൽ നമുക്കൊന്ന് ചതച്ചിട്ട് കൊടുത്താലും മതി. അതെല്ലാം ഞാൻ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പച്ചമുളകൊക്കെ കൂടുതൽ എരിവ് വേണമെന്നുള്ളവർക്ക് കൂടുതൽ പച്ചമുളക് എടുക്കാം. പക്ഷെ ഇങ്ങനത്തെ കറികൾക്കൊക്കെ അധികം എരിവില്ലാത്തതാണ് നല്ലത്. ഇനി ഇതിലേക്ക് ഞാൻ ഇതുപോലെ വളരെ കുറച്ച് കുരുമുളക്, ഒരു 10-15 കുരുമുളക് മതി, അധികം വേണ്ട, ഇതുപോലെ എടുത്തിട്ടുണ്ട്. ആ കുരുമുളക് ഞാൻ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. വല്ലാതെ പൊടിക്കണ്ട, ഇതുപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി. അതും കൂടി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇതിൽ ചേർക്കുന്നത് ഇതുപോലെ ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ടയും 2 ഏലക്കയും 2 ഗ്രാമ്പുമാണ് ചേർക്കുന്നത്. ആ ഗ്രാമ്പും ഏലക്കയും ഒന്ന് ചതച്ചിട്ട് ഇടാം. ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചതച്ചിട്ടുണ്ട്. അതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇതുപോലെ ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് വേവിച്ചെടുക്കാം. വേവുന്നതിന് ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഞാനിപ്പോൾ 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇതിൽ നമ്മൾ മഞ്ഞൾപ്പൊടി ഒന്നും ചേർക്കുകയില്ല. ഇനി ഇത് നമുക്കൊരു 2-3 വിസിൽ അടുപ്പിക്കാം. ഉരുളക്കിഴങ്ങ് നല്ലതുപോലെ വെന്തുടഞ്ഞു വരണം. ഇതിപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലെ വെള്ളമൊക്കെ വളരെ കുറവ് തന്നെയാണ്. ഞാൻ ഇതിനെ കുക്കറിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൽ ചേർക്കേണ്ടത് തേങ്ങാപ്പാലാണ്. 2-ാം പാല്, ഒരു 1/2 കപ്പ് 2-ാം പാല് ഞാനൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ 2-ാം പാലിൽ കിടന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്നും കൂടി ഒന്ന് യോജിച്ച് വരട്ടെ. നമുക്ക് കുറച്ച് ഉരുളക്കിഴങ്ങൊക്കെ ഒന്നിങ്ങനെ തവി കൊണ്ട് തന്നെ ഒന്ന് കുത്തി ഉടച്ചു കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഉടച്ചു കൊടുത്ത് കഴിയുമ്പം ഈ കറി നല്ലതുപോലെ കുറുകി വരും. എപ്പോഴും ഈ കറി ഒന്ന് കുറുകി ഇരിക്കുമ്പോഴാണ് നല്ലത്, ലൂസായിട്ട് ഇരിക്കരുത്. ഈ 2-ാം പാലിൽ കിടന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് വെന്ത് കുറുകി വരട്ടെ. ഇപ്പം ഇത് നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്കിതിലേക്ക് 1-ാം പാല് തേങ്ങയുടെ 1-ാം പാൽ ഒഴിച്ചു കൊടുക്കണം. 1-ാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് തിളയ്ക്കാൻ പാടില്ല. നമ്മൾ ചെറുതായിട്ടൊന്ന് ചൂടാകുമ്പോൾ തന്നെ ഓഫ് ആക്കണം. അപ്പോൾ നമുക്കിത് ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം. ഈ സമയത്ത് ഇതിൽ ഉപ്പൊക്കെ കുറവാണെങ്കിൽ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം. ഇതിലിപ്പോൾ ഇച്ചിരി ഉപ്പ് കുറവുണ്ട്. നല്ലതുപോലെ ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുത്ത ശേഷം ഞാൻ 1 കപ്പ് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഇത് തിളയ്ക്കാൻ അനുവദിക്കരുത്. നമ്മളിത് നല്ലതുപോലെ ഇളക്കി ഒന്ന് ചെറുതായിട്ട് ചൂടായിട്ട് വരുമ്പോൾ തന്നെ നമുക്കിത് ഓഫാക്കാം. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇളക്കിക്കൊണ്ട് നിൽക്കണം. ഇത്രയും മതി. ഇപ്പോൾ അത് ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫാക്കാണ്. ഇനി ഈ കറിയിലേക്ക് നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് ചൂടോടെ തന്നെ കറി ഇതുപോലെ അങ്ങോട്ട് മൂടി വെക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയാൽ മതി. തുറന്ന് നോക്കാം. ഇപ്പൊ ഒരു 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞു. 10-15 മിനിറ്റായി. ഇപ്പോൾ കറി നല്ല പാകത്തിനായി കഴിഞ്ഞിട്ടുണ്ട്. എപ്പോഴും ഉണ്ടാക്കി ഉടനെ കൂട്ടണ്ട. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ കൂട്ടിയാൽ മതി. ആ പച്ച വെളിച്ചെണ്ണയുടെയും ആ കറിവേപ്പിലയുടെയും ഒക്കെ ഒരു നല്ല മണമാണ്. നല്ല ടേസ്റ്റ് ഉള്ളൊരു കറിയാണിത്. നിങ്ങളത് കുക്കറിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ വേവിക്കുമ്പോൾ വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം വേവിക്കാനായിട്ട്, അല്ലെങ്കിൽ വെള്ളം കൂടിപ്പോകും. ഇല്ല, നിങ്ങൾ കുക്കറിലല്ല വേവിക്കുന്നതെങ്കിൽ നമ്മൾ അതിൻ്റെ അകത്ത് 2-ാം പാൽ ഒഴിച്ചിട്ട് തന്നെ ആദ്യം തന്നെ കഷ്ണങ്ങളൊക്കെ വേവിച്ചെടുത്താൽ മതി. ഉരുളക്കിഴങ്ങ് വേവാൻ അത്ര സമയമൊന്നും വേണ്ട. പക്ഷെ ഉരുളക്കിഴങ്ങ് നല്ലതുപോലെ വെന്ത് കിട്ടണം.
നമ്മൾ ഈ ഉരുളക്കിഴങ്ങ് ഉടച്ച് ചേർത്തിട്ടാണ് ഈ കറിക്ക് ഒരു കൊഴുപ്പ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഉരുളക്കിഴങ്ങ് നല്ലതുപോലെ വേവിച്ചെടുത്തിട്ട് അത് നല്ലതുപോലെ ഒന്ന് കുത്തി ഉടച്ചെടുക്കണം. ഇതുപോലെ ഇങ്ങനെ ഉരുളക്കിഴങ്ങ് ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോഴാണ് കറിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടുകയുള്ളൂ. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണത്. ഇതിപ്പോൾ പാകത്തിന് ചാറൊക്കെ കുറുകിയാണ് ഇരിക്കുന്നത്. ഒത്തിരി വെള്ളം പോലെ ആയിക്കഴിഞ്ഞാൽ കറി കൊള്ളുകയല്ല, ഇച്ചിരി ഒന്ന് കുറുകിയിരിക്കണം, അപ്പോഴാണ് ടേസ്റ്റ്. അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും കഴിക്കാനാണ് ഏറ്റവും നല്ലൊരു കോമ്പിനേഷനാണ് അപ്പത്തിനും ഇടിയപ്പത്തിനും. ചപ്പാത്തിയുടെ കൂടെയൊക്കെ വേണമെങ്കിൽ നമുക്ക് കഴിക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കുക. ക്യാരറ്റും ബീൻസൊക്കെ ഇട്ടിട്ട് നമ്മൾ ഉണ്ടാക്കാറുണ്ട്. ഇതുപോലെ ഉരുളക്കിഴങ്ങ് മാത്രം ഇട്ടിട്ട് ഒന്ന് സ്റ്റൂ ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. താങ്ക് യു.